ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുക്കിംഗ് വിത്ത് മോമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർ ഫ്രൈ വാങ്ങിയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാൻ പോകണം. അതിനകത്ത് എയർ ഫ്രൈയിൽ കട്ട്ലേറ്റ് എങ്ങനെയാവും, നന്നായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയൊന്നും ഇടാണ്ട് അല്ലേ, എണ്ണയൊന്നും ഇടാണ്ട് ബീഫ് കട്ട്ലേറ്റ്, ഹെൽത്തി ബീഫ് കട്ട്ലേറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അത് അമ്മ ഓൾറെഡി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അമ്മയോട് ചോദിക്കാം. ബീഫ് നല്ല നെയ്യില്ലാത്ത നല്ല കഷ്ണം, മഞ്ഞളിട്ടു, അമ്മയ്ക്ക് നാണോ? തുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ, ഈ സാധനം എടുത്ത് മാറ്റട്ടെ ഞാൻ അവിടെ നിന്ന്. പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച്. ഓക്കെ, ഇതെന്നാ? ഇത് ഗരം മസാല, ഞാൻ പൊടിച്ച ഗരം മസാല. അമ്മ പൊടിച്ചതാ? ഓക്കെ, ഗരം മസാലപ്പൊടി. ഇത് എത്രയുണ്ട് ബീഫ്? ഇത് എത്ര? ബീഫ് ഒരു 500 ഗ്രാം. 500 ഗ്രാം ആട്ടോ ഗൈസ്. തിരുമല്ലിപ്പൊടി. ഓക്കെ, ഇത് മുളക് പൊടി. ഓക്കെ, ഉപ്പിട്ടതാണ് ഇതിൻ്റെ അകത്ത്. ഉപ്പ് ഓൾറെഡി ഇട്ടതാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ബ്രേസ്ലെറ്റ് ഒക്കെ ആണല്ലോ. ഫ്ലാറ്റിന് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അമ്മ അടുത്തത് കരിവേപ്പില ഇടാൻ പോവാണ്. ഓക്കെ, നമ്മൾ വളരെ നോക്കി നിൽക്കും, അത്രേ ഉള്ളൂ. നമുക്ക് ഈ കുക്കിംഗ് ഒന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ നോക്കി നിൽക്കും. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടു. എന്നിട്ട് പിന്നെ കരിവേപ്പില. ഞാൻ ചീച്ചനെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ വലിയ ശല്യമാണ്. ഞാൻ കിച്ചനെ സഹായിക്കാൻ വരാറില്ല അങ്ങനെ, അല്ലേ? അങ്ങനെയല്ല കേട്ടോ, സഹായിക്കാറുണ്ട് വല്ലപ്പോഴും, അല്ലേ? അതാവും മൈൻഡ് ആക്കുന്നില്ല. അടച്ചു. അപ്പൊ നമ്മൾ ഇത് വെച്ചു. ഓക്കെ, വേവുന്ന വരെ ഒരു 3-4 വിസിൽ. 4 വിസിൽ വേവുന്നത് വരെ ഇത് വെക്കണം എന്നാണ് പറഞ്ഞത്. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഞാൻ കിച്ചണെ സഹായിക്കും. പക്ഷെ എനിക്കിപ്പം എൻ്റെ ആവശ്യത്തിനായിട്ട് കുക്ക് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഭയങ്കര രുചികരമായി ഡിലീഷ്യസ് ആയിട്ട് കുക്ക് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ അമ്മയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ ഹെൽത്തി ആകുമ്പോൾ നമുക്ക് അധികം സ്പൈസസ് ഒന്നും ഉണ്ടല്ലോ, സ്പൈസസ് ഒന്നും ഇടാത്തതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ ബ്രൗൺ ബ്രെഡ്, ചപ്പാത്തി, ഇതൊക്കെ തന്നെ. ചപ്പാത്തിയൊക്കെ വെരി സിമ്പിൾ ടു മേക്ക്. അപ്പോൾ ബാക്കിയൊക്കെ രുചികരമായ ഫുഡൊക്കെ അമ്മയാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മളൊരു എയർ ഫ്രൈ ട്രൈയിങ് ആണ് ഇന്ന്. നമ്മുടെ സ്വന്തം ബീഫ് കട്ട്ലേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഇത് പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. അത് കുക്കറിൽ വെന്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെന്താണ്? സവോളയും പച്ചമുളകും മിക്സിയിലടിക്കാൻ, എന്നിട്ട് മാഷ്ഡ് ആക്കാൻ, എന്നിട്ട് മാഷ് പൊട്ടേറ്റോയുടെ കൂടെ ഇടും. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് ബീഫ് മിൻസ് ചെയ്ത് വെച്ചത്. ദാറ്റ് ഈസ് വേവിച്ചത് മിക്സിയിലല്ല അമ്മ, വേവിച്ചത് മിക്സിയിലടിച്ച് മിൻസ് ചെയ്ത് ഇങ്ങനെ മാഷ്ഡ് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതും പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്യുമല്ലേ? പൊട്ടറ്റോടെ പോയി നോക്കാം. ഇത് പൊട്ടറ്റോ ഒരേപോലെ ഇങ്ങനെ കടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യും. സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. മാഷ്ഡ് പൊട്ടറ്റോ വെക്കാനല്ലേ? അതെ. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ എല്ലാം ഒരേപോലെ ഇതായി വരും. ഓക്കെ, നല്ല ചൂടാ. ഇങ്ങനെ ഇത് ഫുള്ള് ചെയ്യാം. വെരി ഹോട്ടാ? വെരി ഹോട്ട്. ഇങ്ങനെ മുഴുവൻ ചെയ്യാം. ഓക്കെ, ഇത്തിരി എണ്ണ ഒഴിക്കാം, ഒരു തരിക്കെണ്ണ. ഓക്കെ, അത്ര മതി. ഒരു സ്പൂൺ വരക്കും. അന്ന് ഇതെല്ലാം നല്ലോണം വരണ്ടേ. 1 സ്പൂൺ എണ്ണ എന്നൊക്കെ. എണ്ണ ഭയങ്കര മോശമാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നല്ലതാണ്. വെളിച്ചെണ്ണ എന്ത് എണ്ണ എന്താണേലും ഒത്തിരി നല്ലതല്ല. ഇതിലാദ്യം ഉറക്കെ സവോള പച്ചമുളകും കൂടെ ഇത് വരട്ടി എടുക്കാൻ കേട്ടോ, എല്ലാം കൂടെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ,
എനിക്ക് ഇളക്കാനുള്ള ജോലി തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ചുമച്ചിടരുത്, ദയവ് ചെയ്ത്. എല്ലാവരും കഴിക്കുന്നതല്ലേ. ഇനി എന്താ? കുരുമുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി. ഇനി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി. മുളക് പൊടി, ഇത്തിരി ഇത്തിരി മുളക് പൊടി, മുളക് പൊടി. പിന്നെ അത് മല്ലിയിലല്ലേ അവിടെ ഇരിക്കുന്നത്. അവസാനം അടുത്തതാണ് നമ്മൾ ഈ മാഷ് പൊട്ടറ്റോ കൂടി ഇടുന്നു, അത് മിക്സ് ചെയ്യുന്നു. ഇത് കാണാൻ ചില്ലീസ് പോലെ ഉണ്ട് കാണാൻ ആക്ച്വലി. അത് മിക്സ് ചെയ്യുന്നു. അതിന് ശേഷമാണ് നമ്മുടെ ഈ ഐറ്റം ഇടുന്നത്. അല്ല, അതിന് മുമ്പ് മല്ലിയില എന്തൊക്കെയോ ഇടുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ്. അരേ വാ. ഇതിൻ്റെ അകത്ത് എത്ര കട്ട്ലേറ്റ് കിട്ടുമായിരിക്കും? അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കാം നമുക്ക്. അത് ശരി. എല്ലാം ഇട്ടു. ഇനി ഇത് മിക്സ് ആദ്യം അതിൻ്റെ ടേസ്റ്റ് എല്ലാം അങ്ങോട്ട് ഇറങ്ങും. അല്ലെങ്കിൽ പിന്നെ ഇലയായിട്ട് കിടക്കുക ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓ മൈ ഗോഡ്, ഒരു എൻ്റെ കഞ്ഞി ഇതായി. സെക്കൻഡ്. യെപ്പ്. അപ്പോഴത്തേക്കും ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ്. മുട്ടയുടെ വെള്ളയാണ് ഈ ബീറ്റ് ചെയ്യണത്. ഇനി ഇത് പിന്നെ റസ്കിൻ്റെ പൊടിയും പിന്നെന്താ വേണ്ടത്? റസ്കിൻ്റെ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാണ്. ഇത് നമ്മളങ്ങനെ സർക്കിൾ, നമുക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയാലോ? നീ ഉണ്ടാക്കുക. ഹാർട്ട് ഷേപ്പ് അമ്മ ചെറിയ സർക്കിൾ എടുത്തുള്ളൂ. നിങ്ങളുടെ ഹാർട്ട് എൻ്റെ ഹാർട്ട് പോലെ പ്യുവർ ഹാർട്ടാണോ എന്ന് ചോദിക്കുന്ന പോലെയാ. ഡൺ. അങ്ങനെ നമ്മൾ കട്ട്ലെറ്റ് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അതും പരീക്ഷണം എയർ ഫ്രയറിൽ. അപ്പൊ എണ്ണ ടോട്ട് നമ്മൾ ആ കൂടെ എത്ര 2 സ്പൂണല്ലേ ഇട്ടുള്ളൂ? ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് വൈബ് ഒന്ന് അടിച്ചേക്കണം. പോസിറ്റീവ് വൈബ് ആര് കേൾക്കണ്ട. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇത് കാണിക്കും. ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. ഓക്കെ. ആദ്യം ഇതെടുത്തിട്ട് മുട്ടവെള്ള ഇങ്ങനെ പരട്ടുന്നു. ഒത്തിരി ഇപ്പോൾ ഞാൻ എൻ്റെ അകത്തോട്ട് മുക്കുന്നില്ല. ഓക്കെ. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പരട്ടുന്നതേ ഉള്ളൂ അല്ലേ? എന്നിട്ട് നല്ല കമ്മലൊക്കെയാണല്ലോ. എന്നിട്ട് ഇതിന് റസ്കിൽ ഇങ്ങനെ ഇതാക്കി റസ്ക് പൊടിയിൽ നല്ലോണം മുക്കിയിട്ട് ഞാൻ എണ്ണയിൽ പൊരിക്കുന്നതിന് പകരം നമ്മൾ എയർ ഫ്രയറിൽ ഇടുന്നു. ഓക്കെ. ഈ പ്രോസസ്സിന് നമുക്കൊരു 4 കൂടെ എൻ്റെ അകത്തേക്ക് എടുത്തിടാം. ഓക്കെ. അപ്പൊ നമ്മൾ ഓണാക്കുകയാണ്. 5 മിനിറ്റ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 5 മിനിറ്റ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ 5 മിനിറ്റ് വെച്ച് നോക്കിയ സമയത്ത് വെന്തു. പക്ഷെ കുറച്ചുകൂടി ഒരു ക്രിസ്പിനെസ് വരാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെയും ഒരു 2 മിനിറ്റ് കൂടെ വെച്ചു. അത് 200 ഡിഗ്രിയിലാണ് വെച്ചത്. നേരത്തെ നമ്മൾ 180 180 വെച്ചത്. അപ്പം ഇത് 2 മിനിറ്റ് ഒരു 200 ഡിഗ്രിയിലും കൂടെ നമ്മൾ വെച്ചു. അപ്പം നമുക്ക് നോക്കാം. ഈ എണ്ണ പൊരിക്കുന്ന പോലെ മൊരിച്ച് വരത്തില്ല, പക്ഷെ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റിംഗ് ആണിത്. ചൂടല്ലേ? നന്നായിട്ടുണ്ടോ? എണ്ണ പോലെ എണ്ണയുടെ ഒരു ഇത് വരുന്നില്ല, പക്ഷെ ഇത് മതി. പോരെ, നമുക്ക് ഹെൽത്തി ആയിട്ട് പോരെ. ടേസ്റ്റ് എല്ലാം സെയിം തന്നെ, പക്ഷെ എണ്ണയെ മൊരിക്കുമ്പോൾ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് വരികയും ചെയ്യും പുറത്ത്.
ഒരേപോലെ തന്നെയോ? സെയിം. ചൂട് ഡിഫറൻസ് ഒന്നുമില്ല. ഓൺലി ഡിഫറൻസസ് എണ്ണമയം ഇല്ല എന്നുള്ളൂ. ആഹാ. അപ്പം നമ്മുടെ കട്ലൈറ്റ് എന്താ പറയുക, എക്സ്പീരിയൻസ് അല്ലല്ലോ, എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയിരിക്കുന്നു. അപ്പം നമ്മൾ കട്ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു.